ഹായ് ഫ്രണ്ട്സ്, ഓട്ടോക്കാരൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ വീടിനടുത്ത് തന്നെ ചെറിയൊരു തോടുണ്ട്. ആ തോടിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഇതാണ് നമ്മുടെ തോട്. നല്ല മഴ വെള്ളം വരുമ്പോൾ ഒഴുകി വന്ന തടിയാണ് അവിടെ ഒരെണ്ണം കിടക്കുന്നത് കണ്ടോ. ഇതാ ഈ തടി നല്ല വെള്ളം വരും. ഇവിടെയൊക്കെ നിറഞ്ഞ് കവിഞ്ഞ് വെള്ളം വരുന്നതാണ് കേട്ടോ. ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് വെള്ളം കുറവാണ്. ഉണ്ട്, ഇതിനകത്തൊക്കെ ഇഷ്ടംപോലെ മീനുകളുണ്ട്. പരൽ മീൻ, വാഴയ്ക്ക വരയൻ എന്നൊക്കെ പറയുന്ന മീനുകളുണ്ട്. ഇതൊരു ചേലമരമാണ് കേട്ടോ. ചേലമരം നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇതിനൊക്കെ പൊത്ത് പോലെ ഇരിക്കും. ഇതിലൊക്കെ ആയിരുന്നു പണ്ടത്തെ കാലത്ത് ഈ ഏറുമാടങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ആനയൊക്കെ കുത്തിക്കഴിഞ്ഞാൽ കൊമ്പ് അതിനകത്ത് ഉടക്കും. ഉണ്ട്, ഇതിൻ്റെ പൊത്തിലൊക്കെ പാമ്പുകളൊക്കെ കയറിയിരിക്കും. അതുകൊണ്ട് സൂക്ഷിക്കണം. ഇതങ്ങനെ പടർന്ന് വലിയ മരമാകുന്നതാണ്. ഏതെങ്കിലും ഒരു മരത്തെ കയറി പിടിച്ച് ആ മരത്തിനെ കളഞ്ഞ് അങ്ങനെ കയറി വരും. ഇപ്പോൾ നമ്മുടെ പാറപ്പുറം ആണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് നേരെ കയറി പോകുന്നുണ്ട്. അത് നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. ആ ഏലത്തോട്ടത്തിന് അകത്തൂടെ പോകും. ഇവിടെയൊക്കെ ഒരുപാട് മണലൊക്കെ വാരിയിട്ടുണ്ട്. ചെറുപ്പത്തിൽ നമ്മുടെ ചിക്കു റിച്ചുവിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. മക്കളവിടെ ഇന്ന് കളിയാണ്, മീൻപിടുത്തമോ എന്തൊക്കെയോ അഭ്യാസങ്ങളാണ്. ഇന്ന് മെയിനായിട്ട് വന്ന കുറച്ച് തുണി കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ ലീവായിട്ട് വെറുതെ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞപ്പം തോട്ടിൽ കൊണ്ടുപോയി കഴുകാമെന്ന് വെച്ചാൽ അങ്ങനെ പോകുന്നതാണ്. ഇതിനകത്തൂടെ ഓടിക്കളിച്ച് നടക്കുന്ന പരൽ മീനും ഉണ്ട്, വാഴയ്ക്ക വരയൻ എന്ന് ഞാൻ പറഞ്ഞ മീനും ഉണ്ട്. ഇതായി പോകുന്ന രണ്ടെണ്ണമാണ് വാഴയ്ക്ക വരയൻ. കൂടുതൽ കാണുന്നതാണ് പരൽ. പരലിനെ പിന്നെ എല്ലാവരും അറിയാൻ സാധ്യതയുണ്ട്, എല്ലായിടത്തും ഉള്ള സാധനമല്ലേ. മീനുകളുടെയൊക്കെ ഒരു ഭാഗ്യമേ എന്താണെന്ന് വെച്ചാൽ അവന്മാർ ആ തോട്ടിൽ കൂടെ ഒഴുകി വരുന്ന എന്തെങ്കിലും ചെറിയ ചെറിയ പ്രാണികളെയോ എന്തെങ്കിലുമൊക്കെ തീറ്റകളൊക്കെ തിന്ന് അങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കുകയാണ്. ഒരു ജോലിയും ചെയ്യണ്ട. ഈ പാറപ്പുറത്തിനൊക്കെ എൻ്റെ ഒരുപാട് കഥകൾ പറയാനുണ്ട്. പണ്ടൊക്കെ ഈ പാറപ്പുറത്തൊക്കെ വന്ന് ഒരുപാട് രാത്രികളിൽ കിടന്നുറങ്ങിയിട്ടുണ്ട് ഞാനും എൻ്റെ കൂട്ടുകാരൊക്കെ കൂടി. അത് കഴിഞ്ഞ് അവിടെ ഇപ്പം കല്ല് പൊട്ടിച്ചതാണെന്ന് തോന്നുന്നു. അതെ, കല്ല് പൊട്ടിച്ചതാണ്. നല്ല ലെവലായിട്ട് കിടന്നതാണ് ഈ താഴെ വശമൊക്കെ. അങ്ങനെ ഇത് തോടിൻ്റെ മുകളിലെ വശങ്ങളാണ് കേട്ടോ. ആ ഉയർന്നു നിൽക്കുന്ന കല്ല് കണ്ടോ. ഈ കല്ലിൻ്റെ മുകളിൽ കൂടിയൊക്കെ നല്ല മഴ വർഷകാലത്ത് നിറഞ്ഞ് കവിഞ്ഞ് ഇതിന് മുകളിൽ കൂടി വെള്ളം ഒഴുകുന്നതാണ്. ഇവിടെ ചെറിയൊരു ഈറ്റത്തുറുവെന്ന് പറയും. ഇവിടെ ഈറ്റത്തുറുവൊക്കെ ഉണ്ട്. പിള്ളേരങ്ങനെ കളിച്ചങ്ങനെ അവന്മാരടിച്ച് പൊളിച്ച് നടക്കുന്നു. നല്ല കാറ്റാണ് കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് ഇവിടെ ഈറ്റയുടെയൊക്കെ അടുത്തിരുന്ന് കഴിഞ്ഞാൽ നല്ല കാറ്റാണ്. പിന്നെ ഇതിനടുത്ത് ചാഞ്ഞ് നിൽക്കുന്ന ഒരു മരമുണ്ട്. ഇതാണ് നമ്മുടെ മരം. ഇവിടെയൊക്കെ കയറി ഇതിൻ്റെ നല്ല മഴവെള്ളം വരുമ്പോൾ ഞങ്ങൾ ഇതിന് മുകളിൽ കയറിയിട്ട് താഴേക്ക് ചാടുമായിരുന്നു. വെള്ളത്തിലേക്കൊക്കെ ചാടി നീന്തലൊക്കെ പഠിക്കാനായിട്ട് ചാടുമായിരുന്നു. ഇപ്പം ചാടിക്കഴിഞ്ഞാൽ കാലൊടിയും, കാരണം വെള്ളമില്ല, പാറയാണ് താഴെ. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എപ്പോഴും തന്നെ ഈ തോട്ടിലായിരിക്കും ഞങ്ങൾ ശനിയും ഞായറും. ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോഴും ചെറുപ്പം തന്നെയാണ് കേട്ടോ. അതായത് നമ്മുടെ അതിരപ്പള്ളി, പാവപ്പെട്ടവൻ്റെ അതിരപ്പള്ളി വാട്ടർഫാൾസാണ് കേട്ടോ കാണുന്നത്. ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെയാണ്, കുഞ്ഞിതാണ്. പിള്ളേർക്ക് അവിടെയൊക്കെ വന്നിരിക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ. ഇവിടെ പല സൈഡിൽ കൂടി വെള്ളം ഒഴുകുന്നതുണ്ട്. ഇതാകുന്നുണ്ടോ, വെള്ളം കുറയും തൊല്ലേ നേരം ഒഴുകും. ഇതിപ്പോൾ ഈ ഓരോരോ സൈഡിൽ കൂടി അല്പം വെള്ളമല്ലേ ഉള്ളൂ. ഓരോ സൈഡിൽ കൂടി കുറച്ച് ഒഴുകി താഴേക്ക് പോകുന്നതാണ്. നമ്മുടെ ചിക്കും റിച്ചും മുകളിൽ എന്തൊക്കെയോ കളിയാണ്. ഇവിടെ നിന്നൊക്കെ ഞങ്ങൾ ചെറുപ്പത്തിൽ നിരങ്ങി താഴേക്ക് ഈ വെള്ളത്തിൻ്റെ കൂടെ ഇങ്ങനെ പോരുമായിരുന്നു. പിന്നെ ഇവിടെ ചെറിയ ചെറിയ വട്ടക്കുഴികളുണ്ട്. ഇതുണ്ട്, വെള്ളം കുത്തി കുത്തി ചാടുന്നില്ലേ, അതൊക്കെ ഓരോരോ വലിയ വട്ടക്കുഴികളായി. ചില കുഴികൾക്കൊക്കെ നല്ല ആഴമുണ്ട് കേട്ടോ. അവന്മാരവിടെ ഇന്ന് കളിയാണ്, മീൻപിടുത്തമാണ്. അതിനപ്പുറം മോട്ടറാണ്. മോട്ടർ ആ പറമ്പിലേക്ക് ഏലം നനയ്ക്കാനായിട്ട് മോട്ടർ ഇപ്പോൾ തോട്ടിലിറക്കി വെച്ചിരിക്കുകയാണ്. വെള്ളം ഒക്കെ തീരുമല്ലേ, അതുകൊണ്ട് ഏലം നനച്ചു കൊടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ മരത്തിൻ്റെ മുകളിൽ നിന്നുള്ള ഭാഗം. അപ്പുറം കാണുന്നതൊക്കെ ഏലത്തോട്ടമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് ഇന്നത്തെ. നിങ്ങൾ ഇത് കണ്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം കേട്ടോ. അപ്പോൾ ബായ്. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം.